ഹായ്. ഇപ്പം ബോഗൺവില്ലയുടെ സീസൺ തുടങ്ങിയല്ലോ. എവിടെ നോക്കിയാലും ബോഗൺവില്ല പ്ലാന്റ്സുകൾ നിറയെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പം എൻ്റെ കളക്ഷനിൽ ബോഗൺവില്ല പ്ലാന്റ്സുകളില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും വാങ്ങി 3 പ്ലാന്റുകളെ. അതാണ് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരുന്നത്. ഇതൊരു ഡാർക്ക് യെല്ലോ ഷെയ്ഡിലുള്ള ഒരു കളറാണ്. ഈ പ്ലാന്റൊക്കെ ഇപ്പോൾ ഒരു മാസത്തോളമായ പ്ലാന്റുകളാണ്. ഞാൻ വാങ്ങുമ്പോൾ പ്ലാന്റുകൾ ഇത്രയും ഇല്ലായിരുന്നു. ഇപ്പോൾ പ്ലാന്റുകളൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇപ്പോൾ പൂക്കളും നന്നായിട്ട് പൂക്കളായി വരുന്നുണ്ട്. ഇത് നല്ല ബ്രൈറ്റ് പിങ്ക് കളറിലുള്ള ഒരു ചെടിയാണ്. ഞാൻ വാങ്ങുമ്പോൾ ഉള്ളൊരു ഫോട്ടോയാണിത്. ഈ ചെടി ഇപ്പോൾ ഇത്രയും വളർന്നിട്ടുണ്ട്. നല്ല ബ്രൈറ്റ് പിങ്ക് കളറിനുള്ളിൽ വൈറ്റ് കളറിൽ ഇങ്ങനെ പൂക്കളുണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ചെടിയാണ്. ഇതിലൊരുപാടും പൂക്കളുണ്ട്. പെട്ടെന്നാണ് ഈ ചെടി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം 1 മാസമായ പ്ലാന്റുകളാണ്. ഓരോ പ്ലാന്റിനും ഓരോ പേരുകളുണ്ട്. പക്ഷേ എനിക്ക് പേരുകളൊന്നും എനിക്കറിയില്ല. അന്ന് ഞാൻ നഴ്സറിയിൽ പോയപ്പം ഉള്ള കളറുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ കളറുകൾ നോക്കി ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നേ. അടുത്ത പ്ലാന്റ് ഇത്. അന്ന് ഞാനിത് വാങ്ങുമ്പോൾ വൈറ്റ് കളറെന്നും പറഞ്ഞാണ് അവിടുന്ന് തന്നത്. അന്ന് ഇതിൽ പൂക്കളും ഉണ്ടായിരുന്നു. ദാ ഈ കാണുന്നതാണ് പൂക്കൾ. വൈറ്റ് കളറിലായിരുന്നു. ആ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് വിരിഞ്ഞ് വന്ന പൂക്കളാണ് ഇതെല്ലാം. ഇപ്പോൾ ഇതിലൊരു വൈറ്റും പിങ്കും കൂടെ മിക്സായിട്ടുള്ളൊരു കളറാണ് വന്നേക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ കളറ്. എന്നാലും വൈറ്റ് വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യം വിരിഞ്ഞ് വരുന്ന പൂക്കൾ വേണ്ട വൈറ്റിലാണ് നിൽക്കുന്നത്. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിലോട്ടൊരു പിങ്ക് ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. എന്തായാലും എനിക്കിഷ്ടമായി ഈ കളറ്. ഇനി ഒരു വൈറ്റ് കളറിലെ പ്ലാന്റും കൂടെ വാങ്ങിക്കണമെന്ന് എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട്. വൈറ്റ് കളറിൽ പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഇതിൻ്റെ ഇലകളിൽ ചെറിയ മണ്ണ് പോണക്ക് കാണുന്നത് ഇന്നലെ ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെതാണ്. ഈ ഭാഗത്താണ് നല്ല വെയിൽ കിട്ടുന്നത്. അതുകൊണ്ട് പ്ലാന്റ് ഞാൻ ഇവിടെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയും കുറേ കളറുകളും കൂടെ എൻ്റെ കളക്ഷനിൽ ഉൾപ്പെടുത്തണമെന്ന് എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട്.